64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണരാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് രാവിലെ 9 മണിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ NSK ഉമേഷ് മുഖ്യവേദിക്ക് മുന്നിൽ പതാക ഉയർത്തിയിരുന്നു. അങ്ങനെ സ്കൂൾ കലോത്സവത്തിന് ഔപചാരികമായ തുടക്കമായി. രാവിലെ ഏതാണ്ട് ഒരു 10-15ഓടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം പ്രധാന വേദിയിൽ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാരംഗ് ചേരുകയാണ് വിശേഷങ്ങളുമായി. സാരംഗ്, ഇലഞ്ഞിത്തറ മേളം ആസ്വദിച്ച സമയത്താണ് നമ്മൾ കലോത്സവ വിശേഷങ്ങളിൽ നിന്നും മറ്റു വാർത്തകളിലേക്ക് പോയത്. നിലവിൽ ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? 10-15 തന്നെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഉണ്ടാകുമല്ലേ? സിന്ദൂരി, തൃശൂർ നഗരിയെ ഒരു പൂരപ്പറമ്പാക്കിക്കൊണ്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം അരങ്ങേറുന്നത്. ഔപചാരിക പതാക ഉയർത്തൽ കഴിഞ്ഞതോടുകൂടി ആരംഭിച്ച ഇലഞ്ഞിത്തറമേളം കൊട്ടിക്കയറുകയാണ്. ആവേശത്തിലാണ് ഈ കാണികളുള്ളത്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘം ഈ മുഖ്യവേദിയായിട്ടുള്ള തെക്കിൻകൈട് മൈതാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ജനസഞ്ചയം തന്നെ തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ട്. അവരിൽ പലരും സംഘങ്ങളായി ഇത്തരത്തിൽ മുഖ്യവേദിയായിട്ടുള്ള, അതായത് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന മുഖ്യവേദിയിലേക്ക് സംഘങ്ങളായി എത്തുകയാണ്. നിരവധി സ്കൂൾ കുട്ടികളാണ് ഇതിനോടകം തന്നെ എത്തിയിട്ടുള്ളത്. ഇനി മേളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, മേളം കൊട്ടിക്കയറുന്നതിൻ്റെ ഒരു ആവേശമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത്. 100-ലധികം വരുന്ന കലാകാരന്മാർ അണിനിരുന്നുകൊണ്ടാണ് ഈ ഇലഞ്ഞിത്തറമേളം മുഖ്യവേദിക്ക് മുന്നിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു വലിയ ആവേശത്തിലേക്ക്, അതായത് ഒരു പൂരത്തിൻ്റെ ലഹരിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. ഔപചാരിക പതാക ഉയർത്തലിന് ശേഷം NSK ഉമേഷ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ പതാക ഉയർത്തതിന് ശേഷം ആരംഭിച്ച ഈ പൂരം എന്ന് തന്നെ വേണം പറയാൻ. ഇലഞ്ഞിത്തറമേളം വലിയ ആവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞു. നിരവധി ആളുകൾ ഇതിനോടകം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് ഈ കുടമാറ്റം. നിരവധി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കുടമാറ്റവും ആവേശമായി തൃശ്ശൂരിൻ്റെ പൂരപ്പെരുമ അറിയിച്ചുകൊണ്ട് വലിയ രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കൃത്യം 10:15 അതായത് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലേക്ക് എത്തും. തുടർന്ന് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് എത്തിയതിനു ശേഷം ഔദ്യോഗികമായിട്ടുള്ള കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം നടക്കും. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായും സജ്ജമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഈ കലാമേളയ്ക്ക് അല്ലെങ്കിൽ എത്തിയിട്ടുള്ള ആളുകൾ പ്രധാനമായും ഈ പൂരം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ ആവേശത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. തൃശ്ശൂരിനെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തൃശ്ശൂരിൻ്റെ പൂരമാണ്. ആ പൂരത്തിൻ്റെ ഒരു പ്രതീതി തീർത്തുകൊണ്ട് തന്നെ ഇതിലൊട്ടും കുറവില്ലാതെ പൂർണ്ണമായും വലിയ രീതിയിൽ തന്നെ പൂരം മാതൃകയിൽ ഒരു കലോത്സവം സംഘടിപ്പിക്കുന്നു. അത് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. കാരണം തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പൈതൃകമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ആവേശത്തിലേക്ക് കലോത്സവം സംഘടിപ്പിക്കുന്നു എന്ന് പറയുന്നത് വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും ആവേശത്തിന് ഒട്ടും കുറവില്ല. ആളുകളൊക്കെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യവേദിയിലേക്ക് ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. സിന്ദൂരി, അതായത് ഈ ഒരു പൂരം വർഷത്തിലൊരിക്കൽ വളരെയധികം അഭിമാനത്തോടു കൂടി തൃശ്ശൂർ ജനത ആസ്വദിക്കുന്ന തൃശ്ശൂർ പൂരം തന്നെ കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ കൗമാര കലാകാരന്മാരെ തൃശ്ശൂർ ജനത നെഞ്ചോട് ചേർക്കുന്നതല്ലേ? സാരംഗ്, ഏതാണ്ട് 24 വേദികളിലായിട്ടാണ് ഈ മത്സര ഇനങ്ങൾ നടക്കുന്നത്. ഏതാണ്ട് 15,000-ഓളം കുട്ടികൾ അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കലവറ സജീവമായിരിക്കുന്നു. ആ വിശേഷങ്ങൾ കൂടി. സിന്ദൂരി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. 25 വേദികളിലായിട്ടാണ് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത്. അതിൽ 249 മത്സര ഇനങ്ങളുണ്ട്. പ്രധാനമായും ഇനി ഉദ്ഘാടന ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മത്സരങ്ങളൊക്കെ തന്നെയും തുടക്കമാകും, അല്ലെങ്കിൽ ആരംഭമാകും. ഏതാണ്ട് 15,000-ലധികം കലാപ്രതിഭകളാണ് ഈ 5 ദിവസം, 18-ാം തീയതിയാണ് സമാപനം. ഈ 5 ദിവസം വരുന്ന ദിവസങ്ങളിൽ 15,000-ലധികം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി അല്പസമയത്തിനകം കടക്കാൻ പോകുന്നത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിട്ടും പൂർത്തിയായി. രാവിലെ മുതൽ തന്നെ ഭക്ഷണപ്പന്തലൊക്കെ വലിയ സജീവമായിരുന്നു. അവിടെയും എല്ലാ കാര്യങ്ങളും ഒരുക്കം പൂർണ്ണമായിട്ടുണ്ട്. പ്രധാനമായും 4,000 പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഇത്തരത്തിൽ ഭക്ഷ്യപ്പുര അല്ലെങ്കിൽ ഭക്ഷ്യപ്പന്തൽ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ 5,000 പേർക്ക് ഒരേ സമയം തിരക്കില്ലാതെ ഭക്ഷണം കഴിക്കാം. അങ്ങനെ വിഭവസമൃദ്ധമായിട്ടുള്ള പഴയിടത്തിൻ്റെ നേതൃത്വത്തിൽ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷ്യപ്പുരയാണ് ഒരുങ്ങുന്നത്. ഉച്ചയ്ക്ക് ചക്കപ്പയ പായസം, അതുപോലെ തന്നെ ഇനി വരുന്ന 5 ദിവസങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചിയൂർന്ന
പായസങ്ങൾ, അതിഗംഭീരമായ വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ, അത് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ യാതൊരു തിരക്കുമില്ലാതെ കുട്ടികൾക്ക് ഏത് സമയത്തും വന്ന് കഴിക്കാവുന്ന രീതിയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പ്രധാനമായും ഈ മത്സരങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ നീണ്ടുപോകുകയാണെങ്കിൽ, രാത്രി 12 മണി കഴിഞ്ഞും നീണ്ടുപോകുകയാണെങ്കിൽ അപ്പോഴും കലവറ അവിടെ തുറന്നിരിക്കുമെന്നുള്ള കാര്യം ഈ ഭക്ഷണ കമ്മിറ്റിയൊക്കെ ഉറപ്പാക്കിയിട്ടുണ്ട്. രാത്രി 1 മണി വരെ കുട്ടികൾക്ക് ഭക്ഷണം നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി അല്പം സമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഈ വേദിയിലേക്ക് എത്തും. അങ്ങനെ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം നടക്കും. സിന്ധൂരി, അതായത് പ്രധാന വേദി ഒന്നിന്റെ പേര് സൂര്യകാന്തി എന്നാണല്ലേ. എക്സിബിഷൻ ഗ്രൗണ്ട് തേക്കിൻകാട് മൈതാനത്താണ് പ്രധാന വേദിയിൽ ഏതാണ്ട് 10-15 ഉദ്ഘാടന സമ്മേളനം നടക്കുക. അതിനുശേഷം ആ വേദിയിൽ അപ്പോൾ തന്നെ മത്സരങ്ങളും ആരംഭിക്കുമായിരിക്കും അല്ലേ? തീർച്ചയായും ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് അല്പം സമയത്തിനകം തന്നെ അവിടെയും മത്സരങ്ങൾ ആരംഭിക്കും. അതിന് സമയം അധികം എടുക്കില്ല എന്നാണ് നിലവിൽ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. 10:15 മുഖ്യമന്ത്രി എത്തും. ഉടനെ തന്നെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും. അതിനുശേഷം സ്റ്റേജ് ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ മത്സരങ്ങൾ നടക്കും. എക്സിബിഷൻ ഗ്രൗണ്ടായിട്ടുള്ള സൂര്യകാന്തിയാണ് മുഖ്യവേദി, അതായത് തേക്കിൻകാട് മൈതാനത്ത് തന്നെ. അവിടേക്ക് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് മത്സരങ്ങൾ കാണാനായിട്ട്. കുടുംബങ്ങളും കുട്ടികൾക്കുമായിട്ടും, അതുപോലെ തന്നെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളാണ്, അവരാണ് ഈ കലകളെ അതായത് ഏറ്റെടുക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവം അവരുടെ കൂടി ഒരു ഉത്സവമാണ്. പങ്കെടുക്കാത്ത, അതായത് മത്സരാർത്ഥികൾ കൂടിയല്ലാത്ത സ്കൂളുകളിൽ നിന്നുള്ള നിരവധി കുട്ടികൾ അന്യ ജില്ലകളിൽ നിന്ന് പോലും എത്തുന്നുണ്ട്. അവരാണ് ഈ അക്ഷരാർത്ഥത്തിൽ കലോത്സവത്തെ ഏറ്റെടുക്കുന്നത്. കാരണം ഒരു കുട്ടികളുടെ ഒരു കലോത്സവം അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഏറ്റെടുക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാത്തിനും മുൻപന്തിയിൽ അവർ തന്നെയാണ്. ഈ ഗ്രീൻ വോളണ്ടിയർമാർ, അതുപോലെ തന്നെ ഭക്ഷ്യപുരയിൽ കുട്ടികളുണ്ട്. അങ്ങനെ എല്ലായിടത്തും കുട്ടികളുടെ ഒരു മേൽനോട്ടം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഈ മുഖ്യവേദിയിലാണെങ്കിൽ പോലും NSS, അതുപോലെ തന്നെ ഈ സ്റ്റുഡൻസ് കേഡറ്റുകൾ ഉൾപ്പെടെ സജ്ജമാക്കിയിട്ടുണ്ട്. അവരുടെ സുഹൃത്തുക്കളാണ് മത്സരത്തിനായിട്ട് എത്തുന്നതും അവരുടെ സുഹൃത്തുക്കളുടെ രക്ഷിതാക്കളൊക്കെയാണ് എത്തുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സഹകരണങ്ങൾക്കും സഹായങ്ങൾക്കും കുട്ടികൾ തന്നെ മുൻപന്തിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. 1000-ഓളം വരുന്ന കുട്ടികൾ, NSSന്റെ കേഡറ്റുകൾ, അങ്ങനെ തുടങ്ങി സ്കൂളുകളിൽ നിന്നുള്ള കേഡറ്റുകൾ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. അവരാണ് ഈ പരിസരങ്ങൾ വൃത്തിയാക്കുന്നത് പോലും, അല്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികൾക്ക് വേണ്ട സഹായങ്ങൾക്കൊക്കെ ഓടി നടക്കുന്നത് അവരാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. കാരണം അവരുടെ സുഹൃത്തുക്കളാണ്, അവരുടെ കൂട്ടുകാരാണ്, അവരുടെ ഒപ്പം പഠിക്കുന്ന സഹപാഠികളാണ് മത്സരത്തിൽ അരങ്ങേറുന്നത്. അതുകൊണ്ട് തന്നെ അവരും സജീവമായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒരു പൂരലഹരിയിലേക്ക് സാംസ്കാരിക നഗരമായ തൃശ്ശൂർ എത്തി എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. തൊട്ടപ്പുറത്ത് ഇലഞ്ഞിത്തറമേളം, നമ്മൾ ഈ സംസാരത്തിനിടയിലും അവിടെ തൊട്ടപ്പുറത്ത് ഇലഞ്ഞിത്തറമേളം വലിയ രീതിയിൽ കൊട്ടിക്കയറുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. ചുറ്റും കൂടി നിൽക്കുന്നവരൊക്കെ ഒരു പൂരത്തിന്റെ ലഹരിയിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്തായാലും ആവേശം ഒട്ടും കുറവില്ല സിന്ധൂരി. ഇനി വരുന്ന 5 ദിവസം ഒരു കലാമാമാങ്കത്തിനാണ് തൃശ്ശൂർ ജില്ല സാക്ഷ്യം വഹിക്കുന്നത്. അത് ഏതായാലും ആവേശോജ്വലമായി ഇലഞ്ഞിത്തറ മേളം അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഔദ്യോഗികമായ ഉദ്ഘാടനത്തിന്. പ്രധാന വേദിയായ വേദി 1-ൽ സൂര്യകാന്തി വേദിയിലാണ് ഈ പ്രധാന ഔദ്യോഗികമായ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുക. ഏതാണ്ട് 10-15 മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നതോടുകൂടി ഈ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഔദ്യോഗികമായി തുടക്കമായിരിക്കും. പിന്നീട് അങ്ങോട്ട് മത്സരങ്ങളുടെ ആ ഒരു ചൂടാണ് എല്ലായിടത്തും. അതിന് ആവേശം ഉൾക്കൊള്ളുന്ന തരത്തിലാണ് ഇപ്പോൾ ഇലഞ്ഞിത്തറ മേളവും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.